യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ചാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് which take place within the geographical boundaries of a nation is called domestic or national business. International business means all commercial transactions take place between two or more countries. ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന അതിന്റെ ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് ഉള്ളിൽ നടക്കുന്ന ബിസിനസിനെയാണ് ഡൊമസ്റ്റിക് ബിസിനസ് അല്ലെങ്കിൽ നാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. പൊതുവെ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് പരസ്പരം നടത്തുന്ന ബിസിനസിനെയാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് അവിടെ ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. പൊതുവെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഇന്റർനാഷണൽ മൂവ്മെന്റ്സ്, ടൂറിസം, ടെക്നോളജി, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ഇതിൻ്റെയൊക്കെ മൂവ്മെന്റ്സ് ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ടായിട്ട് ഉള്ളതാണ്. സോ ഇന്റർനാഷണൽ ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതെല്ലാം ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിം നേഷനുള്ളിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിൽ, ഡിഫറെന്റ് നേഷൻസ് തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ലോയ്ക്ക് ബേസ് ചെയ്തിട്ടാണ് ഡൊമസ്റ്റിക് ബിസിനസ് ഉള്ളത്. ഡിഫറെന്റ് കൺട്രീസിന്റെ ലോസ് ബേസ് ചെയ്തിട്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് നടക്കുന്നത്. പൊതുവെ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് ഡൊമസ്റ്റിക് ബിസിനസ്സിന് കുറവായിരിക്കും. ഇന്റർനാഷണൽ കേസിൽ വരുമ്പോഴത്തേക്കും അത് കൂടുതലായിരിക്കും. ഇൻഷുറൻസ് നമ്മളൊരു രാജ്യത്തിന്റെ ഉള്ളിലാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ കമ്പൽസറി അല്ല. പക്ഷേ ഇന്റർനാഷണൽ ട്രേഡ് ആണെങ്കിൽ അവിടെ ഇൻഷുറൻസ് കമ്പൽസറിയാണ്. നാഷണൽ കറൻസിയിലായിരിക്കും ഡൊമസ്റ്റിക് ബിസിനസ്സിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. ഫോറിൻ കറൻസിയിലായിരിക്കും ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ബിസിനസ്സിന് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് ആണ്. ഒരുപാട് ഫോർമാലിറ്റീസ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിനുള്ളത്. എപ്പോഴും ലെസ് റിസ്ക് ആണ് ഡൊമസ്റ്റിക് ബിസിനസ്സിന് കമ്പയർഡ് ടു ഇന്റർനാഷണൽ ബിസിനസ്. ജനറലി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് റെയിലും റോഡ് വഴിയായിരിക്കും ഡൊമസ്റ്റിക്കില്. ഷിപ്പ് ത്രൂ ആയിരിക്കും ഇന്റർനാഷണൽ ബിസിനസ്സിൽ. ഫോറിൻ എക്സ്ചേഞ്ച് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ളതല്ല. ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമാണ്. ഡൊമസ്റ്റിക് ബിസിനസ് എപ്പോഴും ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം, അതിന്റെ റിസ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഡിഫറെന്റ് കൺട്രീസിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് ഇന്റർനാഷണൽ ബിസിനസ്സിന് ബന്ധമുണ്ട്. ഡൊമസ്റ്റിക് കറൻസിയാണ് ഡൊമസ്റ്റിക് ബിസിനസ്സിന് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇന്റർനാഷണൽ കറൻസീസ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ സ്കോപ്പ് എന്ന് നോക്കാം. ഇന്റർനാഷണൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത് വളരെ വൈഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എക്സ്പോർട്സും ഇമ്പോർട്ട്സും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് ഫേംസും ഒരുപാട് ഇൻഡിവിജ്വൽസും ഒരുപാട് ആക്ടിവിറ്റീസും നടക്കുന്ന കാര്യമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മെർക്കൻഡൈസ്. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ ടാഞ്ചിബിൾ, ദോസ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സർവീസസ്. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സർവീസസ് അതിൽ ഇൻവോൾവ് അല്ല. സോ അത്തരത്തിലുള്ള മെർക്കൻഡൈസിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്ക് വളരെയധികം ഇന്റർനാഷണൽ ബിസിനസ്സിലുണ്ട്. അതേപോലെ തന്നെ സർവീസസിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ട്. സർവീസസ് എന്ന് പറയുമ്പോൾ ടൂറിസം, ലോഡ്ജിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, അഡ്വർടൈസിങ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇൻവിസിബിൾ ട്രേഡ് ഒരുപാട് നടക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. Permitting a person in a foreign country to produce and sell goods under company's trademark, patents, copyrights for fees, another way of operating international business. It is under licensing that Pepsi and Coca-Cola are produced and sold all over the world. Franchising is somewhat similar to licensing, with the difference it is concerned with the provisions of services. അതായത് ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങുമാണ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് നമ്മുടെ രാജ്യത്തും അവരുടെ ഒരു പാർട്ടായിട്ട് നിന്ന് ലൈസൻസ് എടുത്ത് പ്രൊഡക്ഷൻ നടത്താനും അവരുടെ അണ്ടറിൽ നിന്ന് നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് സെൽ ചെയ്യാനും പറ്റും. അതിന്റെ പാർട്ടാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ് കുറച്ചും കൂടെ
സർവീസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KFC കൂടുതലും ഫ്രാഞ്ചൈസിങ് എന്ന് പറയാം, സർവീസസ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കൊക്കക്കോള, പെപ്സി പോലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് ലൈസൻസ് എടുത്തിട്ടാണ് അവർ സോൾവ് ചെയ്യുന്നത്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് വേറൊരു സ്കോപ്പ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് FDI, FPI എന്നൊക്കെ. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FPI എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a company invests directly in properties such as land, plant, machinery in foreign countries. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ പ്ലാന്റിലും മെഷീനറിയിലും പ്രോപ്പർട്ടിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതെന്തിനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ്. FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കമ്പനി ഷെയർസ് വാങ്ങിക്കുന്നതിനാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻകം ഏൺ ചെയ്തെടുക്കാനും ഡിവിഡൻസ് വഴിയും ക്യാപിറ്റൽ അപ്രീസിയേഷൻ വഴിയൊക്കെ ഇൻകം ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡേറ്റ ആണ്. ഇത് പ്രോഡക്ട്സ് ആണ്, പെർസെൻറ്റേജ് ഓഫ് ഷെയർ. അഗ്രികൾച്ചർ ആണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത്, 12.4%. പെട്രോളിയം ആണ് 18.7%. ഇവിടെ പെട്രോളിയത്തിന്റെ റേറ്റ് 18.7, 19.2 എഞ്ചിനീയറിംഗ് ഗുഡ്സ്. ഇത് ഓരോ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ആണ്. ഓരോന്നും എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇന്റർനാഷണൽ ബിസിനസ്സിൽ പാർട്ടായിട്ടുള്ളത്. ഇത് കമോഡിറ്റി ഗ്രൂപ്പ്സ് ആണ്, അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ആണ്. ടോട്ടലി ഇന്ത്യയുടെ എക്സ്പോർട്ട് ഓഫ് സർവീസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സർവീസസ് 45.6% ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് 1.60% ആണ് ഏറ്റവും കുറവ് കാണിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നത്തിങ് ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന്റെ ചെറിയൊരു ഡേറ്റയാണ്. ചൈനയാണ് 8.95% ഉള്ളത്, നമുക്കറിയാം. പിന്നെ നമ്മൾ UAE ആയിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ USA ആയിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് വളരെ ഫ്യൂ പെർസെൻറ്റേജ് ആണ്. ലൈക്ക് ബെൽജിയമായിട്ടൊക്കെ 1.91% ഉള്ളൂ. മൊത്തത്തിലൊരു 15 കൺട്രികളുമായിട്ട് ഇന്ത്യ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ്. ഇത്രയുമാണ് സ്കോപ്പിനെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ എക്സ്റ്റേണൽ ട്രേഡിന്റെ നേച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ പല കൺട്രീസും തമ്മിൽ. സോ അവർ നമ്മളൊരു പേഴ്സണൽ കോൺടാക്ട് ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ടൈം ഡെലിവറി ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും റിസ്ക്കും എടുക്കാറുണ്ട്. രണ്ട് കറൻസിയാണ്. ഡിഫറെൻറ്റ് കൺട്രിയിൽ ഡിഫറെൻറ്റ് കറൻസി, അവരവരുടെ കറൻസി ഉണ്ടെന്ന് നമുക്കറിയാം. അത് ശരിക്കും പേയ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നോർമലി ഫോറിൻ കറൻസിയിലാണ് പേയ്മെന്റ് നടത്തുന്നത്. പിന്നെ ഹൈ റിസ്ക്. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഒരു എക്സ്റ്റേണൽ ട്രേഡ് നടക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിന് ഹൈ റിസ്ക് ആണ്. സോ ഇൻഷുറൻസ് കമ്പൽസറി ആണ് ഫോറിൻ ട്രേഡിന്റെ കാര്യത്തിൽ. നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചപ്പോൾ നോക്കിയില്ലായിരുന്നു. നെക്സ്റ്റ് ഫോർമാലിറ്റീസ്. ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് ഫോർമാലിറ്റീസ് ആണ് ഫോറിൻ ട്രേഡിലുള്ളത്. ബിക്കോസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഗവൺമെന്റ് ആണ്. ഒരുപാട് ലോങ് പ്രൊസീജിയേഴ്സും ലാർജ് നമ്പർ ഓഫ് ഡോക്യുമെന്റ്സും ഇതിന് ആവശ്യമായിട്ടുണ്ട്. പിന്നുള്ള ഇൻഅഡിക്വേറ്റ് ഇൻഫർമേഷൻ. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു അക്യുറേറ്റ് അപ് ടു ഡേറ്റ് ഡേറ്റ് ഓഫ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഫോറിൻ മാർക്കറ്റിന്റെ. സോ ഇൻഅഡിക്വേറ്റ് ഇൻഫർമേഷൻ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. യൂഷ്വലി ഷിപ്പിംഗ് അതുപോലെ എയർവേസ്, ഈ ടു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഫോറിൻ ട്രേഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ളതും കൺസിഡറബിളി വളരെ ഡിലേഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. നമ്മൾ കോസ്റ്റ്ലി ആണ്, പക്ഷെ ബൾക്കി ഗുഡ്സ് ആൻഡ് സർവീസസ് വരുമ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് ഇല്ല. ഇനി നമ്മൾ നോക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ. എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യോ ലൈക്ക് ഷോർട്ട് സപ്ലൈ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൺട്രീസിന് അത് ഇമ്പോർട്ട് ചെയ്ത് പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സിമിലർലി എക്സസ് വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്ത് ഷാർപ്പ് ഫോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പ്രൈസസിന് വില കുറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഫോറിൻ ഗുഡ്സ് വെച്ച് കോമ്പീറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഡൊമസ്റ്റിക് ഫേംസിന് എപ്പോഴും അവരുടെ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓഫ് കോഴ്സ് അവർ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യും, നല്ല മാനേജ്മെന്റ് ടൂൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ പ്രൊമോട്ട്സ് കോപ്പറേഷൻ. എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് റിലേഷൻഷിപ്പും കോപ്പറേഷൻസും ഒരു ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ട്രേഡ് റിലേഷൻസ് കൂട്ടാൻ അല്ലെങ്കിൽ കോപ്പറേഷൻ കൂടുതൽ വരുത്താൻ, കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് ആണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും
ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ നടത്തുകയും സ്പെഷ്യലൈസേഷൻ നടത്തുകയും ചെയ്യും. സോ ഡിഫറെന്റ് കൺട്രീസ് പല രീതിയിൽ ഗിഫ്റ്റഡ് ആണ് പല റിസോഴ്സസിൽ. സോ എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും ആ ഓരോ റിസോഴ്സിനെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൃത്യമായിട്ട് എക്കണോമിക്കലി യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ അതുവഴി നല്ല രീതിയിൽ ലോവർ കോസ്റ്റിൽ ഇമ്പോർട്ട് ചെയ്യാനും നല്ല എക്സ്പോർട്ട് നടത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ചേഞ്ചസ് ഒക്കെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അതിൻ്റെ സർപ്ലസ്. ദെൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ ട്രേഡ് പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാനും എക്കണോമിക് ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാനും ഒരു രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ ഇന്റർനാഷണൽ പ്രോഡക്ട്സ് അവൈലബിൾ ആവുന്നു. അങ്ങനെ ഫോറിൻ ട്രേഡ് വരുമ്പോഴത്തേക്കും നല്ല ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ആളുകൾ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുന്നു. ഇനി ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? ഒന്ന്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വളരെയധികം നല്ല രീതിയിലാവും. അതായത് ഓരോ ഫേംസും പ്രൊഡക്ഷൻ സർപ്ലസ് ആക്കാനും കപ്പാസിറ്റി അവരുടെ ഇംപ്രൂവ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും നോക്കും. അത്തരത്തിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് നടത്താനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഉള്ള ടെൻഡൻസി ഉണ്ടാവും. ദെൻ ഗ്രോത്തിന് നല്ല ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എപ്പോഴും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വളരെയധികം ഹയർ ആയിരിക്കും. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിലെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കും. ദെൻ കോമ്പറ്റീഷൻ എൻഹാൻസ് ചെയ്യും. എക്സ്റ്റേണൽ ട്രേഡ് എപ്പോഴും കോമ്പറ്റീഷൻസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുകയും ഡൊമസ്റ്റിക് ഫേംസിന് ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ബൂസ്റ്റ് കൊടുക്കുകയും ചെയ്യും. ദെൻ ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ. എപ്പോഴും ബിസിനസിന്റെ വിഷൻ നന്നാക്കാൻ, അതായത് നല്ല ഗ്രോ ചെയ്യാനായിട്ടും മോർ കോമ്പറ്റീറ്റീവ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രസ് അത് എപ്പോഴും എക്സ്റ്റേണൽ ട്രേഡ് കൊടുക്കും. ഇനി എന്തൊക്കെ മോഡ്സ് ആൻഡ് വേസ് ആണ് ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് രീതിയിൽ എൻട്രി ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത്, അതുപോലെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൂടെ, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും കൂടെ, ജോയിന്റ് വെഞ്ചേഴ്സിൽ കൂടെ, ഓളി ഓൺ സബ്സിഡറീസിൽ കൂടെ. എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗുഡ്സ് ഫോറിൻ കൺട്രിക്ക് വിൽക്കുമ്പോൾ അത് എക്സ്പോർട്ട് ട്രേഡ് ആണ്. നമ്മൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താവും? ഇമ്പോർട്ട് ആവും. അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡാണ് സെയിൽസ് കൂട്ടാനായിട്ട്. എക്സ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫേം ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്ത് ബയേഴ്സിനും സപ്ലൈസിനും കണ്ടെത്തി ഫോർമാലിറ്റീസ് മീറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എക്സ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ളത്? ബാക്കിയുള്ള മോഡ്സ് വെച്ച് നോക്കുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. എങ്ങനെ? ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പോർട്ടിംഗ് ഫേം ഈസ് നോട്ട് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് മണി, ബിക്കോസ് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് അത്രയും മണി ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിന്റ് വെഞ്ചറിലൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മണി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് റിക്വയർ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ലെസ് റിസ്കിയാണ്. ഇനി എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്? ഗുഡ്സ് ഫിസിക്കലി മൂവ് ചെയ്യല്ലേ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ പാക്കേജിന് പ്രശ്നം വന്നാൽ അത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. എക്സ്പോർട്ടിങ് എപ്പോഴും ഫോറിൻ കൺട്രിയിലേക്ക് പോസിബിൾ അല്ല. അവർ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യും പല കാര്യങ്ങളും. ബിക്കോസ് ഇമ്പോർട്ട്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അവർ എക്സ്പോർട്ട്സ് റെസ്ട്രിക്ട് ചെയ്യും. എക്സ്പോർട്ട് ഫേംസ് ബേസിക്കലി ഹോം കൺട്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഫോറിൻ മാർക്കറ്റിലായിട്ട് ഒരു കോൺടാക്ട് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സോ എപ്പോഴും അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ചൊരു നോളജ് ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ബാഡ് തിങ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എൻ്റർ ചെയ്യാനുള്ള വേ എന്ന് പറയുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരു ഫേമിന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. A firm enter into a contract with one or few local manufacturers in foreign countries to get certain components or goods produced as per its specification. അവരുടെ ആവശ്യത്തിന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനോ കമ്പനികൾ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ ലോക്കലായിട്ടുള്ള മാനുഫാക്ചേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സിംഗ് എന്ന് അറിയപ്പെടാറുണ്ട്. മെയിനായിട്ട് 3 ഫോംസ് ആണുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സർട്ടൺ കമ്പോണൻസ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്, പിന്നെ ഫൈനൽ പ്രൊഡക്ട്സ് അസംബിൾ ചെയ്യാനുള്ള കമ്പോണൻസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗുഡ്സ് produced or assembled by the local manufacturers as per the technology and management guidance provided by the
provided to them by the foreign company. Foreign company മാനേജ്മെന്റ് വെച്ചിട്ട് കൃത്യമായിട്ട് ലോക്കൽ മാനുഫാക്ചേഴ്സ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അസംബിൾ ചെയ്യും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ഡെലിവേർഡ് ടു ദി ഇന്റർനാഷണൽ ഫേംസ്. ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ലോക്കൽ മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ ഫേംസിന് കൊടുക്കുന്നു. ആ രീതിയിൽ അവർ ഔട്ട്റൈറ്റ് സെയിൽസ് ഉണ്ട്. ഇപ്പം മേജർ കമ്പനീസ് ആയിട്ടുള്ള നൈക്കി, അതുപോലെ റീബുക്ക്, സോണി, കാസിയോ ഒക്കെ അവരുടെ പ്രൊഡക്ട്സ് ഇത്തരത്തിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൂടെ ചെയ്യുന്നവയാണ്. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഇതിന് അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഇന്റർനാഷണൽ ഫേംസ് വളരെയധികം ഗുഡ്സ് ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാതെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കാറുണ്ട്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടില്ല, അത്തരത്തിൽ റിസ്ക്കും ഇൻവോൾവ് അല്ല. പ്രൊഡക്ട്സ് ലോവർ കോസ്റ്റിൽ കിട്ടണമെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും ലോക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തണം. സോ ലോവർ മെറ്റീരിയലും ലേബർ കോസ്റ്റും ഒക്കെ അവിടെ കുറവായിരിക്കും. കോൺട്രാക്ട് മാനുഫാക്ചറിംഗിൽ കോസ്റ്റ് ഓഫ് സെയിൽ വളരെയധികം ലെസ് ആണ് ബാക്കിയുള്ള എക്സ്പോർട്ടിങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പാക്കേജിങ്ങും ഇൻഷുറൻസും ഒക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഗ്രേസ് ടു ദ ഫോറിൻ മാനുഫാക്ചേഴ്സ് ആസ് ഇറ്റ് ഇൻഷുവേഴ്സ് ദ ഗ്രേറ്റർ യൂട്ടിലൈസേഷൻ ദ ഐഡിയൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ്. കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇത്തരത്തിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫോറിൻ മാനുഫാക്ചേഴ്സിന് അറിയാൻ പറ്റും. ലോക്കൽ മാനുഫാക്ചേഴ്സിന് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആകാനായിട്ട് ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൂടെ കിട്ടുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ലോക്കൽ മാനുഫാക്ചേഴ്സ് എപ്പോഴും നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ്സ് ഉള്ള ഗുഡ്സ് ആയിരിക്കണം ഉപയോഗിക്കണം എന്നില്ല. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ മാനുഫാക്ചേഴ്സ് എപ്പോഴും ഫോറിൻ കൺട്രിയിലുള്ള ലോക്കൽ മാനുഫാക്ചേഴ്സിന് കൺട്രോൾ കുറവായിരിക്കും. ബിക്കോസ് നമ്മൾ വേറൊരു രാജ്യത്തല്ലേ, അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, സ്ട്രിക്ട്ലി ടേംസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദെൻ ലോക്കൽ പ്രൊഡ്യൂസർ ഇസ് നോട്ട് ഫ്രീ ടു സെൽ എ കോൺട്രാക്റ്റഡ് ഔട്ട്പുട്ട് ആസ് പെർ ഇറ്റ്സ് വിൽ. ഇറ്റ് ഹാസ് ടു സെൽ ദ ഗുഡ്സ് ടു ദ ഇന്റർനാഷണൽ കമ്പനി പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസസ്. പിന്നെ ഇവർ ഫ്ലെക്സിബിൾ അല്ല, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിലായിരിക്കും ഗുഡ്സ് എന്ത് സാഹചര്യം വന്നാലും വിൽക്കുക. ഇനി തേർഡ് വേ എന്ന് പറയുന്നത് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങുമാണ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. ഒരു ഫേമിന് പേറ്റന്റ് കൊടുത്ത് അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് കൊടുത്ത് ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് ഫോറിൻ കൺട്രിയിൽ അവരുടെ റോയൽറ്റി എടുത്ത് അവർക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാം. കൊക്കക്കോള, പെപ്സിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഫേമിന് ഒരു പെർമിഷൻ ഉണ്ട് കൃത്യമായിട്ട് ലൈസൻസറിൻ്റെ അടുത്ത് നിന്ന് റൈറ്റ്സ് അക്വയർ ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ദ പേഴ്സൺ ഹു give permission is called licensor. Person who get permission is called licensing. ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടെ സർവീസിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രാഞ്ചൈസിങ് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസിങ് അപ്ലൈസ് ടു സർവീസ് ബിസിനസ്. ജസ്റ്റ് ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫ്രാഞ്ചൈസിങ് ഗവൺ ചെയ്യുന്നത് സെക്യൂരിറ്റി ലോയും ലൈസൻസിങ് ഗവൺ ചെയ്യുന്നത് കോൺട്രാക്ട് ലോയും ആണ്. രജിസ്ട്രേഷൻ ഫ്രാഞ്ചൈസിങ്ങിന് റിക്വയർഡ് ആണ്, ലൈസൻസിങ്ങിൽ റിക്വയർഡ് അല്ല. ടെറിട്ടോറിയൽ റൈറ്റ്സ് ഫ്രാഞ്ചൈസിക്ക് കിട്ടും, പക്ഷെ ലൈസൻസിക്ക് സിമിലർ ആയിട്ടുള്ള റൈറ്റ്സ് കിട്ടണം എന്നില്ല. ലൈസൻസർ കൊടുക്കുന്ന റൈറ്റ്സ് മാത്രമേ കിട്ടൂ. ട്രെയിനിങ് ഫ്രാഞ്ചൈസർ കൊടുക്കും. ലൈസൻസിന്റെ കേസിൽ അങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. റോയൽറ്റി പേയ്മെന്റ്സ് രണ്ടിനും ഉണ്ട്. ലോഗോ, ട്രേഡ് മാർക്സ് ഒക്കെ ഫ്രാഞ്ചൈസർക്ക് ഉപയോഗിക്കാം. അത് ലൈസൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈസൻസിക്കും ഉപയോഗിക്കാം. അപ്പം സർവീസസ് ആണ് ഫ്രാഞ്ചൈസിങ്ങിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞു. ഇപ്പം മക്ഡി, സബ്വേ ഇതൊക്കെ എന്താണ്? ഫ്രാഞ്ചൈസികളാണ്. ഇപ്പം ലൈസൻസിങ്ങിനാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കില്ലേ ലൈസൻസ് എടുത്തിട്ട്, അത്. ഫ്രാഞ്ചൈസർ എപ്പോഴും ഒരു കൺട്രോൾ ഫ്രാഞ്ചൈസിന്റെ മുമ്പിൽ വെക്കും. ലൈസൻസർ അങ്ങനത്തെ കൺട്രോൾ ഒന്നും ലൈസൻസിന്റെ മുകളിൽ വെക്കില്ല. അവർ ലൈസൻസ് കൊടുത്തിട്ട് അവരവരുടെ ഇതിന് പോകും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് ആണ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഇല്ല. ലൈസൻസിക്ക് എപ്പോഴും നല്ല ബെനിഫിറ്റ്സുകൾ കിട്ടും. അവരുടെ ഉള്ള റിസർച്ച് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന ബേസിലുള്ള അപ്ഡേഷൻസ് അവർക്ക് കിട്ടും. ബിസിനസ് ഫോറിൻ കൺട്രി ആണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് തന്നെ ലൈസൻസിയോ ഫ്രാഞ്ചൈസിയോ ഊസ് എ ലോക്കൽ പേഴ്സൺ that has a greater market knowledge and customer contacts, lower risk of business takeover or government interventions. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഫ്രാഞ്ചൈസി ഒരു ഷോപ്പ് എടുത്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് നല്ല അറിവായിരിക്കും. സോ അത് ഫ്രാഞ്ചൈസർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ലൈക്ക് ആ മാർക്കറ്റ് നോളജ് ആണ്, കസ്റ്റമർ കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അവർക്ക് സക്സസ്ഫുള്ളി ഓരോ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ലൈസൻസിന്റെയോ ഫ്രാഞ്ചൈസിന്റെയോ ആ ലോക്കൽ പേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയുടെ മാർക്കറ്റ് നോളജ് ആണ്.
ഡിസഡ്വാൻറ്റേജസിൽ പോകുകയാണെങ്കിൽ ഒരു ഡേഞ്ചർ ഉള്ളത് ലൈസൻസി ക്യാൻ സ്റ്റാർട്ട് മാർക്കറ്റിംഗ് ആൻഡ് ഐഡന്റിക്കൽ പ്രോഡക്റ്റ് അണ്ടർ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ബ്രാൻഡിങ്. ഇപ്പോൾ പല രീതിയിൽ ഇപ്പം ഹോട്ടൽ ആര്യാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആര്യഭവൻ, ഇവരുടെയൊക്കെ പേരിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ലൈസൻസ് കാണിച്ച് ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിക്കൽ പ്രോഡക്ട്സ് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവരുടെ ട്രേഡ് സീക്രട്ട് ഒക്കെ നാട്ടിൽ മുഴുവൻ അറിയും, അവർക്ക് സിവിയർ ലോസ് ഉണ്ടാവാം, കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാനും ലൈസൻസറും ഫ്രാഞ്ചൈസറും തമ്മിലുള്ള ഫ്രാഞ്ചൈസി ഒക്കെ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാം. സോ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും പേയ്മെന്റ് ഓഫ് റോയാലിറ്റി ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദെൻ ജോയിന്റ് വെഞ്ചർ ആണ് നെക്സ്റ്റ് വേ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ജോയിന്റ് വെഞ്ചർ നമുക്ക് ജോയിന്റ്ലി രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് ഫേംസിന് ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ പറ്റും. ജോയിന്റ് വെഞ്ചർ ഒരു ബിസിനസ് എഗ്രിമെന്റ് ആണ്. രണ്ടോ അതിലധികമോ പാർട്ടീസ് അവരുടെ റിസോഴ്സസ് പൂൾ ചെയ്ത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, ഇപ്പോൾ ജോയിന്റ് വെഞ്ചറിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് പൂൾ ചെയ്ത് റിസോഴ്സസ് എടുക്കാൻ പറ്റും. വെഞ്ചർ ഇപ്പം പാർട്ടിസിപ്പൻസിന് വിട്ട് ആ ബിസിനസിന്റെ ഇൻട്രസ്റ്റിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. പല വേസിലുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റർക്ക് ഒരു ലോക്കൽ ഫേം വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ലോക്കൽ ഫേമിന് കൃത്യമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഫേമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ബോത്ത് ലോക്കൽ ആൻഡ് ഫോറിൻ ഓൺടർപ്രണേഴ്സ് ജോയിന്റ്ലി ഫോം ചെയ്ത് പുതിയൊരു എന്റർപ്രൈസ് ആവാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ, സിൻസ് local partner is also contribute to the capital, the international firm has less financial burden. ലോക്കൽ പാർട്ട്നേഴ്സ് ഇവിടെ ഫണ്ട് ഇടുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ഫേമിന് അവിടെ ഫിനാൻഷ്യൽ ബർഡൻ കുറവാണ്. ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ലാർജ് പ്രൊഡക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഔട്ട്ലേസും മാൻ പവറും വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. ലോക്കൽ പാർട്ട്നേഴ്സിന് വളരെയധികം ഫോറിൻ കമ്പനിയുടെ ലോക്കൽ പാർട്ട്നേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെയധികം എക്സ്പീരിയൻസ് ഫോറിൻ കമ്പനിക്ക് കൊടുക്കാനായിട്ട് പറ്റും. ജോയിന്റ് വെഞ്ചേഴ്സ് എപ്പോഴും ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഈസി എൻട്രി ഉള്ളതാണ്. ജോയിന്റ് വെഞ്ചേഴ്സ് ക്യാപിറ്റലിന് റിസ്ക് രണ്ട് പാർട്ടീസ് ഉള്ളതുകൊണ്ട് അതിലധികം പാർട്ടീസ് ഉണ്ടല്ലോ, അവർ നമ്മൾ ഷെയർ ചെയ്ത് പോകും റിസ്ക്. പുതിയ മാർക്കറ്റിലെ പുതിയ രീതികളൊക്കെ ഈസി ആയിട്ട് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇത്തരത്തിലുള്ള ജോയിന്റ് വെഞ്ചേഴ്സിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, ഫോറിൻ ഫേംസിന് ജോയിന്റ് വെഞ്ചറിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പുതിയ ടെക്നോളജിയോ ട്രേഡ് സീക്രട്ടോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഫേംസ് ഒക്കെ വേണം. അതെപ്പോഴും ഇവരുടെ ടെക്നോളജി സീക്രട്ടുകളൊക്കെ ലീക്കായി പോകാനുള്ള കാരണം ഉണ്ടാവാം. പിന്നെ ഡ്യുവൽ ഓണർഷിപ്പ് എഗ്രിമെന്റ്സ് ആണ്, അത് കോൺഫ്ലിക്റ്റിലോട്ട് നേരിടാം. അതേപോലെ തന്നെ പല കൾച്ചറാണ്, പല മാനേജ്മെന്റ് സ്റ്റൈലാണ്, അത് പുവർ ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ കോർപ്പറേഷനിലേക്ക് ലീഡ് ചെയ്യാം. നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് ഓൺലി ഓൺ സബ്സിഡറീസ് ആണ്. ദിസ് എൻട്രി മോഡ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഈസ് പ്രിഫേർഡ് ബൈ കമ്പനീസ് വിച്ച് വാണ്ട് ടു എക്സസൈസ് full control over the overseas operations. ഫോറിൻ കൺട്രിയിൽ നടക്കുന്ന ഓപ്പറേഷൻസിൽ ഫുൾ കൺട്രോൾ വേണ്ട തരത്തിലുള്ള കമ്പനീസ് ആണ് യൂഷ്വലി ഹോളി ഓൺ സബ്സിഡറീസ് ചെയ്യാറുള്ളത്. അതായത് പേരന്റ് കമ്പനി ഫുൾ ഓൺ ആയിട്ട് ഫുൾ കൺട്രോൾ ഓവർ ഫോറിൻ കമ്പനി ബൈ മേക്കിംഗ് 100% ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇറ്റ്സ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 100% ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിന്റെ ഫുൾ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യുന്നു. അതാണ് ഹോളി ഓൺ സബ്സിഡറി എന്ന് പറയുന്നത്. പല വേസിൽ ചെയ്യാൻ പറ്റും. Setting up a new firm altogether to start operations in a foreign company. ഫോറിൻ കമ്പനി പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് മൊത്തം മാറ്റി പുതിയതായിട്ടൊരു ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഫേമിനെ അക്വയർ ചെയ്ത് ഫോറിൻ കൺട്രിക്ക് ഒരു പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജസ് നോക്കാനാണെങ്കിൽ പേരന്റ് ഫേമിന് എപ്പോഴും ഇത്തരത്തിലെ ഫുൾ കൺട്രോൾ എടുക്കാനും ഓപ്പറേഷൻസ് എടുക്കാനും വളരെ ഈസിയാണ് ഫോറിൻ കൺട്രീസിലുള്ള. പിന്നെ അവർക്ക് അവരുടെ ടെക്നോളജിയോ ട്രേഡ് സീക്രട്ടോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജസ് പറയാനാണെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് ഫേംസിന് ഇങ്ങനെ നേരെ പോയി ഓൺലി ഓൺ സബ്സിഡറി എടുക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് അവരുടെ അതിനുള്ള ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല. ചില കൺട്രീസ് ഇത്തരത്തിൽ ഓൺലി ഓൺ സബ്സിഡറീസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിസ്ക് ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, പേരന്റ് കമ്പനി ആയിരിക്കുമല്ലോ ഇവരെ 100% ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ പേരന്റ് കമ്പനിക്ക് എൻറ്റയർ ലോസ് ഏൽക്കേണ്ടി വരും. അതാണ് വലിയൊരു ഡിസഡ്വാൻറ്റേജ്.